Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം നടപ്പിലാവുന്ന ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാറുന്നു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് അതിർത്തികൾ ഉൾപ്പെടുന്ന ഈ മേഖലയിലെ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ചികിത്സാ പദ്ധതിയെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമുള്ള ചികിത്സാ സഹായ പദ്ധതിയായ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഇനി മുതൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും സാധ്യമാകുന്നു. 2025 നവംബർ 1 മുതൽ ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ ഉത്തര മലബാറിലുള്ള കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും ഗുണനിലവാരമുള്ള ചികിത്സ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. മുൻകാലങ്ങളിൽ ഈ വിഭാഗത്തിലെ രോഗികൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ലഭിക്കുന്നതിന് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ വളരെ ചുരുക്കം ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. നവംബർ 1 കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഈ സ്കീം നടപ്പിലാകുമ്പോൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് OP, IP അടക്കം മറ്റ് വിദഗ്ധ ചികിത്സകൾ അവയുടെ രോഗനിർണയം ഉൾപ്പെടെ എല്ലാം തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന നിലയിൽ ലഭിക്കുന്നതാണ്. നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പദ്ധതിയിൽ ഉൾപ്പെടുന്നവർക്ക് അതുപ്രകാരമുള്ള പണമടച്ചാൽ മതി. മാത്രമല്ല, റീഇംബേഴ്സ് സൗകര്യവും ലഭിക്കുന്നതാണ് എന്ന് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. പ്രസ്തുത സ്കീമിൽ ഉൾപ്പെട്ടവർ കണ്ണൂരിലെ വെൽനസ് സെന്റർ ആശുപത്രിയിൽ നിന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് വാങ്ങിയ ശേഷം ആശുപത്രിയിലെത്തിയാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, അത്യാഹിത വിഭാഗം എന്നിവ ഉൾപ്പെടെ എല്ലാ OPകളും, ലാബ് ടെസ്റ്റുകൾ, മരുന്നുകൾ, കിടത്തി ചികിത്സ അടക്കം എല്ലാം സൗജന്യമായി ലഭിക്കും. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് അതിർത്തികൾ ഉൾപ്പെടുന്ന ഈ മേഖലയിലെ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ചികിത്സാ പദ്ധതിയെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കൗവായിക്കായലിൽ കല്ലുമ്മക്കായ കർഷകർ വിത്തിറക്കൽ തുടങ്ങി. വലിയപറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിലെ 100 കണക്കിന് കർഷകരും സ്വയം സഹായ സംഘങ്ങളുമാണ് കായലിൽ കൃഷി ഇറക്കി വരുന്നത്. തീരദേശ പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമായ കല്ലുമ്മക്കായ കൃഷി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഇടനിലക്കാരുടെ ചൂഷണവും കർഷകർക്ക് വെല്ലുവിളിയാകാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം നല്ല വിളവ് ലഭിച്ചത് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് വ്യാപകമായ തോതിൽ കല്ലുമ്മക്കായ കൃഷി നടത്തിവരുന്നത്. കൃഷിക്ക് അനുയോജ്യമായ ലവണാംശം ഏറിയ ഓരുജലമുള്ള കൗവായിക്കായലിൽ സംഘങ്ങളായും വ്യക്തികൾ സ്വന്തം നിലയിലുമായി ആയിരക്കണക്കിന് ഹെക്ടർ വിസ്തൃതിയിൽ കൃഷി നടത്തിവരുന്നുണ്ട്. കടുത്ത ചൂട് കാരണം പ്രായമെത്തുന്നതിനു മുൻപ് തന്നെ തോട് പൊട്ടി വാവിളർന്ന് കൃഷിനാശം സംഭവിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്താറുണ്ടെങ്കിലും ഇത്തവണയും കൂടുതൽ പേർ കൃഷി ഇറക്കിയിട്ടുണ്ട്. സ്ത്രീകളാണ് കല്ലുമ്മക്കായ കൃഷിക്കായി വിത്തിറക്കുന്നതിനുള്ള ഒരുക്കങ്ങളിൽ മുന്നിലുള്ളത്. കോർത്തെടുക്കുന്ന വിത്ത് കയറുകളിൽ കായലിൽ കെട്ടി ഉയർത്തിയ മുളന്തണ്ടുകൊണ്ടുള്ള സ്റ്റേജുകളിലാണ് തൂക്കിയിടുന്നത്. നവംബറിൽ ആരംഭിക്കുന്ന കൃഷിക്ക് ആവശ്യമായ വിത്ത് ലഭ്യമാക്കുന്നതിന് സർക്കാർ ഏജൻസികൾ ഇടപെടണമെന്ന കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല. സ്വകാര്യ ഏജൻസികൾ വിത്തിന് വലിയ വില ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. വിത്ത് കെട്ടിവെക്കുന്ന കയറ്, കായലിൽ സ്ഥാപിക്കാനുള്ള മുള തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ചിലവുകളും വർദ്ധിച്ചു വരുന്നത് നല്ല വിളവും വിലയും ലഭിക്കേണ്ടതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കല്ലുമ്മക്കായ കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക, വിത്തിന്റെ ഗുണമേന്മയും അളവും ഉറപ്പുവരുത്തുക, കല്ലുമ്മക്കായ സംഭരണത്തിനും സംസ്കരണത്തിനും വലിയപറമ്പിന്റെ കവാടമായ ഇടയിലക്കാട്ടിൽ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കല്ലുമ്മക്കായ കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കല്ലുമ്മക്കായയുടെ സീസൺ തുടങ്ങി. വലിയപറമ്പ് പഞ്ചായത്തിൽ അപ്പുറത്തെ കരക്ക് ഇപ്പുറത്തെ കരക്ക് ഇടാൻ തുടങ്ങി. വലിയൊരു പ്രതീക്ഷയോടെയാണ് നമ്മിത് ഇടാൻ തുടങ്ങുന്നത്. നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ഇതിന് കിട്ടും. അതല്ലാതെ കാലാവസ്ഥ മാറിയിരുന്നെങ്കിൽ നമുക്കൊരു വമ്പിച്ച നഷ്ടവും ആയിരിക്കും. കുടുംബശ്രീ ആയാലും വ്യക്തികളായാലും ഇതൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളെ ഈ വലിയപറമ്പ് പഞ്ചായത്ത്. ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നതും.
അതേസമയം കഴിഞ്ഞ വർഷം കൃഷി ഇറക്കിയ ചില കർഷകർക്കും കൂട്ടായ്മകൾക്കും ഫിഷറീസ് വകുപ്പ് നൽകി വരുന്ന ധനസഹായം ലഭിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, പിലാത്തറ ചന്തപുര റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ, പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണം എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നവംബർ 3 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് പിലാത്തറയിൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാ റോഡായ ചെറുതാഴം കുറ്റൂർ പെരിങ്ങോം റോഡിന്റെ പ്രധാന ഭാഗമായ പിലാത്തറ മുതൽ ചന്തപ്പുര വരെ വീതി കൂട്ടി ടാറിംഗ് ചെയ്ത ഉപരിതലം പുതുക്കി അഭിവൃദ്ധിപ്പെടുത്തലിന്റെയും പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയും ചെറുതാഴം പഞ്ചായത്ത് 10 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന പിലാത്തറ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനോദ്ഘാടനം പിലാത്തറ ടൗണിൽ കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ M വിജിൻ MLA അധ്യക്ഷത വഹിക്കും. പിലാത്തറ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രധാന റോഡുകളിലൊന്നായ ചെറുതാഴം കുറ്റൂർ പെരിങ്ങോം റോഡ് ചെറുതാഴം കടന്നപ്പള്ളി പണപ്പുഴ എരമംകുറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. പിലാത്തറ മുതൽ ചന്തപ്പുര വരെ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയും ചന്തപ്പുര മുതൽ മാതമംഗലം വരെ വീതി കൂട്ടി നവീകരിക്കുന്നതിനായി 5 കോടി രൂപയും ഉൾപ്പെടെ ആകെ 13 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് നവകേരള സദസ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയും പിലാത്തറ മുതൽ ചന്തപ്പുര വരെ വീതികൂട്ടി പ്രവൃത്തിയുടെയും നവീകരിക്കുന്ന ഉദ്ഘാടനമാണ് നടക്കുന്നത്. പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയിൽ സൗന്ദര്യവൽക്കരണം, കാരിയേജ് വേ വീതികൂട്ടൽ, ഇന്റർലോക്ക് വർക്ക് ചെയ്ത ഫുട്പാത്ത് കർബ്, ആവശ്യമായ റോഡ് സൈൻ ബോർഡുകൾ, ഡ്രൈനേജ് നവീകരണം, ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുണ്ടാകും. പിലാത്തറയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, TV ഉണ്ണികൃഷ്ണൻ, MV രാജീവൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാനത്ത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം KSSPA വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി K സരോജിനി ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ സർക്കാർ വർദ്ധിപ്പിച്ച പ്രതിമാസ പ്രീമിയം പിൻവലിക്കണമെന്നും പദ്ധതിയിലെ നിബന്ധനകൾ എല്ലാ വിഭാഗത്തിനും ഒരുപോലെ ബാധകമാക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന മണ്ഡലം സമ്മേളനം KSSPA വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി K സരോജിനി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പം നമ്മളൊക്കെ ഇപ്പോൾ പറഞ്ഞു നമുക്കങ്ങനെ ഒരു ഇങ്ങനെ തീർത്തും നമുക്കത് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പരസ്യങ്ങൾ, അതിന് കൊടുക്കുന്ന പൈസ, ഇതൊക്കെ ദൂർത്തല്ലേ എന്ന് നമുക്ക് പറയുമ്പോഴും നമുക്ക് തരാനുള്ള ആനുകൂല്യം നമ്മൾ കൂടുതലൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമുക്ക് തരാനുള്ള ആനുകൂല്യങ്ങൾ അത് നമ്മളുടെ അവകാശമാണ് എന്ന് മാത്രം നമ്മൾക്ക് അറിയാമെങ്കിലും അത് തരാതെ നമ്മൾ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്ക് എന്താണ്? പെൻഷൻകാർ ചാവണം, പെൻഷൻകാർ ആണ് നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞ ഒരു മന്ത്രി നമ്മൾ മറന്നുപോയോ? അന്നും നമ്മൾ. പ്രസിഡന്റ് V മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ മണ്ഡലം സെക്രട്ടറി KV രാജീവൻ, മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV രാഘവൻ മാസ്റ്റർ, ചന്ദ്രൻ നാലാപ്പാടം, PK സത്യനാഥൻ മാസ്റ്റർ, K രവീന്ദ്രനാഥൻ പിള്ള, KV ഇന്ദിര ടീച്ചർ, രാഘവൻ മുട്ടത്ത്, C ദാമോദരൻ, K ഭവാനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം നിയോജക മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. P സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ പെൻഷൻകാരുടെ പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇരട്ടി വിജയം നേടി ഒരു വീട്ടിലെ കുട്ടികൾ. കണ്ണൂർ ജില്ലാ ശാസ്ത്രമേളയിലാണ് പാവ നിർമ്മാണത്തിൽ പയ്യന്നൂർ കൗവായിലെ ഫർഹയും അസ്നയും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയത്. ഹാ കുഞ്ഞാമി, ഇജറിന ബടി തീർന്ന്. ആരുടെ ബടിയാ പഹയാ? ഗാസയിലെ ബടി, യുദ്ധം തീർന്ന്. നമ്മളെ ബഷീർ, ബൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മാതിരി തോക്ക് പാപത്തിൻ്റെ സന്തതിയായി മാറി. ഓക്കെ, ഈ ഒരു ഗാസ യുദ്ധത്തിൻ്റെത് ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താ? ഇപ്പം മെയിനായിട്ട് നടക്കുന്ന ആ ടോപ്പിക്കല്ല, അപ്പോൾ ആ ടോപ്പിക്കിൽ തന്നെ ഇവർ ആ സ്ലാങ്ങിൽ പറഞ്ഞാൽ കുറച്ചുകൂടി കിട്ടുന്നില്ല ഒരിതിൽ, അങ്ങനെ പറഞ്ഞു.
നീയോ അത് തന്നെയാണോ എടുത്തത്? ആ ഒരു ടോപ്പിക് തന്നെയാണ് എടുത്തത്? ആ രണ്ടാളും ഒരുപോലെ തന്നെയാണ് പറഞ്ഞതും. ഡയലോഗും സെയിം തന്നെയായിരുന്നു? സെയിം തന്നെ എടുത്തിന്. എന്ത് തോന്നി ഈ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൽ? അഭിപ്രായം തോന്നുന്നു. പിന്നെ വളരെ സപ്പോർട്ടായിട്ടുണ്ടായത് ഉമ്മയാണ്. ആ ഒരു ഉമ്മ പറഞ്ഞുകൊണ്ട് മാത്രമായി ചെയ്തത്. ഇതുവരെ അക്കിയിലൊരു ഇതേ ഉണ്ടായിട്ട്, പക്ഷേ ഉമ്മ പറഞ്ഞതിനെ കൊണ്ട് പറ്റും. ആ ഒരു ഉമ്മാരുടെ ഇതിലാണ് ചെയ്തത്. ഇതുവരെ അക്ക ഒരു ഇതിലേ ഉണ്ടായിട്ടാ. സന്തോഷം തോന്നുന്നു. പഠിച്ചിട്ടുണ്ടോ മുൻപ്? ഇല്ല, ഞാൻ ഏട്ടത്തിനെ കണ്ടിട്ട് ചെയ്താൽ. പിന്നെ ഉമ്മാൻ അതിനൊരു ഇത് നൽകിയിട്ട് ഉമ്മാനെ നീ കൂടിക്കൊണ്ടിട്ട് ആദ്യമായിട്ട് ഇനി കൂടിയാൽ തന്നെ സ്റ്റേറ്റിലെത്താൻ പറ്റിയിട്ട് സന്തോഷം തോന്നുന്നു. മോള് പഠിച്ചിട്ടുണ്ടോ ഇത്? ഞാൻ 6th പഠിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഇതിൽ കൂടിയതാണ് അനിത മിസ്. അത്രയും കഷ്ടപ്പെട്ട് എന്നെ അന്ന് മുതൽ തുടങ്ങിയ മുതൽ ഞാനിപ്പോൾ സ്റ്റേറ്റിലെത്തി. 2ാമത്തെ പ്രാവശ്യം സ്റ്റേറ്റ് കാണാൻ പോകുന്നു. പിന്നെ ഉമ്മ ഇങ്ങനെ പറഞ്ഞ് കൂടെ ഉമ്മാരെ സപ്പോർട്ട്, ഉപ്പാരെ സപ്പോർട്ട്, പിന്നെ ഫാമിലി സപ്പോർട്ട്, ടീച്ചേഴ്സ് എല്ലാവരും അതിലും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് പോകാനുള്ളൊരു ഇതായി. എന്തായാലും ഇവർ രണ്ടുപേരും എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഇപ്പോൾ നടക്കുന്ന ഗാസ യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ്. എന്തായാലും ഇനി ഇവർ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകാൻ പോകുന്നത്. അവിടെയും രണ്ടുപേർക്കും ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗാസയിൽ നടക്കുന്ന യുദ്ധം തന്നെയാണ് ഇവർ എടുത്തിരിക്കുന്ന ടോപ്പിക്ക്. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അത് തന്നെയായിരിക്കാം ഇവർക്ക് ഈ വിജയം കരസ്ഥമാക്കാനുള്ള ഒരു കാരണവും. എന്തായാലും ഈ രണ്ടുപേരും സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി അവിടുന്ന് ഫസ്റ്റ് പ്രൈസ് തന്നെ ലഭിക്കട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിച്ചു. പറവൂർ ബഡ്സ് സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി സർഗോത്സവം സംഘടിപ്പിച്ചു. പറവൂർ ബഡ്സ് സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ പദ്ധതികളും പൂർത്തീകരിക്കണമെന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഭിന്നശേഷി കലാമേളയും ഈ മാസം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ വിപുലമായ രീതിയിൽ ചന്തപ്പുരയിൽ വെച്ച് വയോജന കലാമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭിന്നശേഷി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചു വരുന്നത്. പ്രധാനമായും നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൈഡ് വീൽ സ്കൂട്ടർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നമ്മൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഴുവൻ ഭിന്നശേഷി കുട്ടികൾക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വെച്ച് ഇൻക്ലൂസീവ് ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച KS അഭിനന്ദനെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ TV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. N കാർത്തിയായനി, V കോമളവല്ലി, V പ്രദീപ്, ICDS സൂപ്പർവൈസർ BK സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കേരള വാണിയ സമുദായ സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാണിശ്രീ പുരസ്കാരവും അനുമോദനവും സംഘടിപ്പിച്ചു. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കേരള വാണിയ സമുദായ സമിതി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാണിശ്രീ പുരസ്കാരവും അനുമോദനവും സംഘടിപ്പിച്ചു. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇനി അങ്ങോട്ടേക്കുള്ള പഠനത്തിന് ഉയർച്ചയ്ക്ക് വലിയ രീതിയിൽ പ്രോത്സാഹനമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 11 മണിക്ക് കണ്ണൂരൊരു പരിപാടി, ഞാൻ ഏറ്റൊരു പരിപാടി ഉള്ളതാണ്. ഇപ്പോൾ 11:15 ആവാറായി. ഇവിടെ വരാനുണ്ടായ സാഹചര്യവും അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ഈ സംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ബഹുമാന്യായ അഴീക്കോട് MLA ശ്രീ KV സുമേഷാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ചടങ്ങിൽ P ഗോപാലൻ അധ്യക്ഷനായി. V പ്രമോദ് കോമരം അനുഗ്രഹ പ്രഭാഷണം നടത്തി. VSS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി കുന്നാവ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PV നാരായണൻ കോമരം, V കുമാരൻ കോമരം, സുധീഷ് കോമരം എന്നിവർ മുഖ്യാതിഥികളായി. C കുഞ്ഞപ്പൻ, ചന്ദ്രൻ നാലാപ്പാടം, V വിജയൻ, V രുക്മിണി ടീച്ചർ, KV ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് 80 വയസ്സ് പൂർത്തിയായവരെ ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. INTUC പയ്യന്നൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും ലോട്ടറി തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം K തമ്പാൻ അനുസ്മരണവും യാത്രയപ്പ് സമ്മേളനവും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുന്നു, എത്രയോ ആളുകൾ നമ്മളിൽ നിന്നൊക്കെ ഇല്ലാതായി പോകുന്നു. സമൂഹത്തിനകത്തെ ഒരു മേഖലയിലും
ബന്ധപ്പെട്ട് നിൽക്കാത്ത ആളുകൾ സ്വന്തം വീടും സ്വന്തം ജോലിയും സ്വന്തം കുടുംബവും സ്വന്തം മക്കളും എന്ന രൂപത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു കുടുംബത്തിനെങ്കിലും അത്താണിയാവാൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ നാടും നമ്മുടെ സമൂഹവും നമ്മളെയൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി എന്നും തയ്യാറാകുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ചെപ്പടി വിദ്യകളിറക്കി വിജയം കൊയ്യാമെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഗ്രഹം നടക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് പറഞ്ഞു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന INTUC പയ്യന്നൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും ലോട്ടറി തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ തമ്പാൻ അനുസ്മരണവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫർസീൻ മജീദ്. മണ്ഡലം പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, DCC സെക്രട്ടറി AP നാരായണൻ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് KV മോഹനൻ, കൗൺസിലർ A രൂപേഷ്, C സുരേന്ദ്രൻ, NV വിജയൻ, ഗോപി കോറോം, M നാരായണൻ, ജിജി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സീബേർഡ് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും 18 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള സീബേർഡ് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം പയ്യന്നൂരിലും പ്രവർത്തനം ആരംഭിച്ചു. ജലശുദ്ധീകരണത്തിൽ ഉന്നത നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ച പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ സേവനങ്ങളും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ച സീബേർഡ് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ശശിധരൻ PV, ദിനേശൻ PV എന്നിവരാണ് സീബേർഡ് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം പ്രൊപ്പറേറ്റർമാർ. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സീബേർഡ് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9547485838 എന്ന നമ്പറിലോ 1569964568 എന്ന നമ്പറിലോ 6235718167 എന്ന നമ്പറിലോ സീബേർഡ് വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം @gmail.com എന്ന മെയിൽ ഐഡിയിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSSPA പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ വർഷമൊന്നു കഴിഞ്ഞിട്ടും പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോയി പരിഷ്കരണം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി KSSPA പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ KSSPA പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം, ഈ ഒരു ധർണ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. PV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. T കുഞ്ഞികൃഷ്ണൻ, AV തമ്പാൻ, P ലളിത ടീച്ചർ, CV രാജഗോപാലൻ, BP കൃഷ്ണപൊതുവാൾ, ബ്ലോക്ക് സെക്രട്ടറി UK സുരേന്ദ്രൻ, ME ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യുവകലാസാഹിതി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി 42ാമത് വയലാർ അനുസ്മരണവും ഗാനോത്സവവും സംഘടിപ്പിച്ചു. എഴുത്തുകാരനും സിനിമാ പിന്നണി ഗായകനുമായ VT മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞാനായിരുന്നു. വയലാറിന്റെ സ്വീകാര്യത ഞാൻ നേരത്തെ രാജീവ് മാഷോട് പറഞ്ഞു ഇവിടെയും നല്ല ആളുകൾ ഉണ്ടാവുന്നു പറഞ്ഞു. ഇവിടെയും ആളുകളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വയലാറിൽ ഒരു തീർത്ഥാടനത്തിന് ആളുകൾ വന്നു പോകുന്ന പോലെയാണ് അവിടെ ആളുകൾ വന്നു പോകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യന്, ഒരു കവിക്ക് ഇത്രയധികം സ്വീകാര്യതയൊന്നും ഞാൻ അത്ഭുതപ്പെട്ടു. കോരിച്ചെരിയുന്ന മഴയത്ത് ആളുകളെല്ലാം, സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കമുള്ള വലിയ സദസ്സ്. അത് മാത്രമല്ല,
കാലത്തെ അതിജീവിച്ച കവിയാണ് വയലാറെന്നും കവിതകളിലെ ക്രാന്തദർശിത്വവും മാനവികതയുമാണ് അതിന് കാരണമെന്നും എഴുത്തുകാരനും സിനിമാ പിന്നണി ഗായകനുമായ VT മുരളി പറഞ്ഞു. യുവകലാസാഹിതി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ 42ാമത് വയലാർ അനുസ്മരണവും ഗാനോത്സവവും മന്ദസമീരനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകവി P. സ്മാരക കവിതാ പുരസ്കാരം നേടിയ കവി മാധവൻ പുറച്ചേരിയെ ചടങ്ങിൽ ആദരിച്ചു. തമ്പാൻ തായ്നേരിയുടെ കഥാസമാഹാരം പെയ്യാത്ത മേഘങ്ങളെ കാത്ത് VT മുരളി യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി ജിതേഷ് കണ്ണപുരത്തിന് നൽകി പ്രകാശനം ചെയ്തു. തുടർന്ന് ഗായകരെയും മുൻകാല യുവകലാസാഹിതി പ്രവർത്തകരെയും ആദരിച്ചു. V. ബാലൻ അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി പ്രസിഡന്റ് രഘുവരൻ പയ്യന്നൂർ, MT അന്നൂർ, KV ബാബു, M. രാമകൃഷ്ണൻ, V. നാരായണൻ മാസ്റ്റർ, KU അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റി യാത്രയപ്പും ഉന്നത വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധിമന്ദിരത്തിൽ നടന്ന പരിപാടി സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് ദീർഘകാലത്തെ സേവനങ്ങൾക്കു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്കുള്ള യാത്രയയപ്പും ജീവനക്കാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. സജീവ് ജോസഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷക്കാലമായി സഹകരണ മേഖലയിലെ നമ്മൾ ആർജിച്ച നേട്ടങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന സമീപനങ്ങളാണ് ഈ സർക്കാർ ശ്രീ പിണറായിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നടപടികൾ. ബാങ്കിന്റെ സ്വയംഭരണം പോലും സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ റിസർവ് ബാങ്കിന്റെയും ഒക്കെ പരിധിയിലേക്ക് അവരുടെ കടുംപിടുത്തം നിറഞ്ഞ നടപടികൾക്ക് വിധേയമായി നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ എറിഞ്ഞുവിടുത്ത വളരെയേറെ നിഷേധാത്മകമായ സഹകരണ നിയമങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന സർക്കാർ സഹകരണ മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കി. KCEF പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് K ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KCEF സംസ്ഥാന സെക്രട്ടറി രഘുനാഥൻ NV ഉന്നത വിജയികളെ അനുമോദിച്ചു. സുനിൽ ബാലകൃഷ്ണൻ, AP നാരായണൻ, K ബ്രിജേഷ് കുമാർ, ഉമ്മർ M, തുണ്ടിയിൽ വർക്കി, കൃഷ്ണകുമാർ VB, K ജയരാജ്, വൈജുലാൽ K, പ്രിയ PV, വിനീത് AV, ശശി നരിക്കോട്, രവി പൊന്നമ്മയൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന പദ്ധതി സമർപ്പണം നവംബർ 3 തിങ്കളാഴ്ച നടക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ 2ാം ഘട്ട വികസന പദ്ധതികളുടെ സമർപ്പണം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി നിർവഹിക്കും. ചടങ്ങിൽ M. വിജിൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, മുൻ MLA TV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. ഹയർ സെക്കൻഡറി കോൺഫറൻസ് ഹാൾ, മിനി ഓഡിറ്റോറിയം, ജിംനേഷ്യം, സ്കൂൾ സ്റ്റുഡിയോ കം റേഡിയോ സ്റ്റേഷൻ, ഹൈമാസ് ലൈറ്റ്, കുടിവെള്ള പദ്ധതികൾ, ഹൈസ്കൂൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഭാഷ ലാബ് തുടങ്ങിയ പദ്ധതികളാണ് 3 കോടി രൂപ ചെലവിൽ 2ാം ഘട്ടത്തിൽ പൂർത്തിയായത്. പിലാത്രയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, പ്രിൻസിപ്പൽ ഡോക്ടർ N. രാജേഷ്, പ്രഥമാധ്യാപകൻ M. സുനിൽകുമാർ, അഡ്വക്കേറ്റ് K. പ്രമോദ്, TV ഉണ്ണികൃഷ്ണൻ, M. ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജനകീയ കൂട്ടായ്മയിൽ റോഡുകൾ ഒരുങ്ങി. കൊഴുമരിൽ ഇത്തരത്തിലൊരുങ്ങിയ 2 റോഡുകളുടെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. ജനകീയ കൂട്ടായ്മയിൽ റോഡുകൾ ഒരുങ്ങി. കരിവള്ളൂർ കൊഴുമലിലാണ് 2 റോഡുകൾ ജനങ്ങൾ മുൻകൈയെടുത്ത് നിർമ്മിച്ചത്. 1/2 കിലോമീറ്ററോളമുള്ള കോട്ടോൽ ഈസ്റ്റ് റോഡ് 15ഓളം കുടുംബങ്ങൾക്കാണ് പ്രയോജനപ്പെടുക. ഭാവിയിൽ പള്ളിക്കുളം കോളനിയുമായി ബന്ധിപ്പിക്കുക കൂടി ലക്ഷ്യമിടുന്നു. 600 മീറ്റർ ദൂരമുള്ള മാവിലാക്കുളം റോഡ് 30ഓളം കുടുംബങ്ങൾക്കാണ് പ്രയോജനപ്പെടുക. TA മധുസൂദനൻ MLA റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടി വലിയ സമ്മർദ്ദമാണ് വരുന്നത്. ചില പരിമിതികൾ KSRTCയിലുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൂടിയാണ് ഒരു നിർദ്ദേശമെന്ന നിലയ്ക്ക് ഈ നാടിന് മുന്നിൽ ഈ കാര്യം സമർപ്പിക്കുന്നത്. ഒരു ജനകീയ സംവിധാനം ഉണ്ടാക്കി അത്തരമൊരു കാര്യം ആലോചിക്കുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നീടൊരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനാകെ മാതൃകയായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മാവിലക്കുളം റോഡും കോട്ടോൽ ഈസ്റ്റ് റോഡിൻ്റെയും സ്ഥലമെടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളതും ഒരു വലിയ കാര്യം.
ചടങ്ങിൽ കെ വി രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ, രാമചന്ദ്രൻ കെ, ശ്രീലത, വൈക്കത്ത് പുരുഷോത്തമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരളപ്പിറവി ദിനത്തിൽ കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചതിൽ ആഹ്ലാദം രേഖപ്പെടുത്തി CPIM രാമന്തളി 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ലോക്കൽ സെക്രട്ടറി TP അനൂപ് ഉദ്ഘാടനം ചെയ്തു. കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് CPIM രാമന്തളി 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി TP അനൂപ് ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളെ ഈ പറയുന്ന നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കണ്ടെത്തുകയും വെറുതെ കണ്ടെത്തി പോവുകയല്ല, വളരെ സമയബന്ധിതമായി ഒരു പ്ലാൻ തയ്യാറാക്കി ഓരോ ആളുകൾക്കും എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നലെ പ്രഖ്യാപനം നടക്കുകയാണ്. അതിദാരിദ്ര്യമായി ഇല്ലാതാക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു സാമൂഹിക സ്ഥിതിയെ സംബന്ധിച്ച് നമുക്കറിയാം. മുതലാളികളുടെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗം KPV രാഘവൻ അധ്യക്ഷത വഹിച്ചു. PV വിജയൻ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. പരിപാടിയിൽ വെച്ച് ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിന് യോഗ്യത നേടിയ KV ലേഖയെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM ചെറുതാഴം പഞ്ചായത്ത് വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥയ്ക്ക് ചെറുതാഴം സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ലീഡർ M ശ്രീധരൻ സംസാരിച്ചു. CPIM ചെറുതാഴം പഞ്ചായത്ത് വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥയ്ക്ക് ചെറുതാഴം കോവൽ 15ാം വാർഡ് ചെറുതാഴം സെന്ററിൽ സ്വീകരണം നൽകി. സ്വീകരണ പൊതുയോഗത്തിൽ ജാഥ ലീഡർ M ശ്രീധരൻ സംസാരിച്ചു. ഒരു പ്രഖ്യാപനം നടത്തി. അതിദരിദ്ര മുക്ത സംസ്ഥാനമായി ലോകത്ത് ചൈന കഴിഞ്ഞാൽ 2ാമത്തെ ഒരു സംസ്ഥാനമായി, ഒരു പ്രദേശമായി കേരളത്തെ പ്രഖ്യാപിച്ചു. ദാരിദ്ര്യം എന്ന് പറയുന്നതിന് വിവിധ അർത്ഥതലങ്ങളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. അതിദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കാത്തവർ, റേഷൻ കാർഡില്ലാത്തവർ, ഒരു കൂര പോലുമില്ലാത്തവർ, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വരുമാനമില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വരുമാനം, വീട്, റേഷൻ കാർഡ്, സാമൂഹ്യ സാമ്പത്തികമായി ഉയരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ അതിദരിദ്രരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുവരാധ അധ്യക്ഷത വഹിച്ചു. M V രാജീവൻ, M V രവീന്ദ്രൻ, അമൽ ബാബു, B രമേശൻ, TV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാറമേൽ വെള്ളോറത്തറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 2025 നവംബർ 6, 7, 8 തീയതികളിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.